വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. ആലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഞെട്ടിക്കൽ ഓഫറുകൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് 200 രൂപ മാത്രം. ആലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കുട്ടികളുടെ സമഗ്ര വികാസവും സംരക്ഷണവും ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ BMC ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് 14 ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ മിഷൻ വാത്സല്യ, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുബഷീർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരേ സംസ്കാരത്തിൽ നിന്ന് വരുന്നവരല്ല, എല്ലാവരും ഒരേപോലെയാണ് വസ്ത്രം ധരിക്കുന്നത്. പെൺകുട്ടികൾ എല്ലാവരും യൂണിഫോം ഇടുമ്പോൾ നമുക്ക് ചില കുട്ടികളെ തിരിച്ചറിയാൻ പറ്റും. വേറെ വസ്ത്രം ധരിക്കുന്നവരാണ്, വേറെ സംസ്കാരത്തിൽ നിന്നുള്ളവരാണ്, അല്ലേ? സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയാണ്. ആ സംസ്കാരം നമുക്കുണ്ടാക്കിയത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. ഈ സംസ്കാരത്തെ ഇങ്ങനെ നിലനിർത്തണം. ഇങ്ങനെ ആർക്കാ നിലനിർത്താൻ പറ്റുക? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ തർക്കമുണ്ടായി. രണ്ടുപേരെ നിങ്ങൾ പറഞ്ഞില്ലേ? ആരൊക്കെ പേര് പറഞ്ഞു? ഗാന്ധിജിയും പറഞ്ഞു, നെഹ്റുവും പറഞ്ഞു. നെഹ്റുവും ഗാന്ധിയും തമ്മിലൊരു തർക്കമുണ്ടായി, വലിയ തർക്കമാണ്. പക്ഷെ തർക്കത്തിൽ എപ്പോഴും ജയിക്കും നെഹ്റുവാണ്. അതാണ് നെഹ്റുവിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഏത് തർക്കം ഉണ്ടായപ്പോഴും എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളയാൾ നെഹ്റുവാണ്. തർക്കം ഇതാണ്: വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഗാന്ധിന്റെ അഭിപ്രായം. ഗാന്ധി പറഞ്ഞു വിദ്യാർത്ഥികൾ പഠിക്കേണ്ടവരാണ്, ഈ സ്വാതന്ത്ര്യ സമരത്തിലേ പാടില്ല. നെഹ്റു പറഞ്ഞു ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥി ഉണ്ടാവണം. എന്താ കാരണം? അതുകൊണ്ട് മാത്രമല്ല, 50 പിന്നിട്ടവരല്ല ഇന്ത്യയെ കുറിച്ച് സ്വപ്നം കാണേണ്ടത്. പിന്നെ ആരാ സ്വപ്നം കാണേണ്ടത്? ഇനി ഒരു 50 ആണ്ട് കൂടി ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യതയുള്ളവരാണ്. അതാരാ? വിദ്യാർത്ഥികളാണ്. കുട്ടികളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനുവരി 6, 7 തീയതികളിലായി നടക്കുന്ന ക്യാമ്പിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനം, മാനസികാരോഗ്യം, സാമൂഹിക പ്രതിബദ്ധത എന്നിവ മുൻനിർത്തിയുള്ള വിവിധ സെക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദഗ്ധരായ പരിശീലകർ നയിക്കുന്ന ക്ലാസുകൾക്കൊപ്പം കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വിനോദ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള മിഷൻ വാത്സല്യ പദ്ധതിയുടെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് EP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് പിയൂഷ, AS നിമിഷ, M ഷാമില, S ശകുന്തള എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ, ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.